ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ഓം ശ്രീ മഹാവിഷ്ണുവേ നമഃ. ഇന്ന് ശ്രീമദ് നാരായണീയത്തിലെ 6-ാമത്തെ ശ്ലോകം 42-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകം തൊട്ട് 10-ാമത്തെ ശ്ലോകം വരെ വായിക്കുന്നതാണ്. കുമാരകസ്യ പയോധരാർത്തിനഃ പ്രരോധനേ ലോലപദാംബുജ ആഹതം മയാ ദൃഷ്ടം മനഃ വിപര്യഗാത് ഇത് ഈശിതേ പാലക ബാലകാ ജഗുഃ. കുമാരകസ്യ അസ്യ പയോധരാർത്ഥിനഃ പയോധരാർത്ഥിനഃ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടം മനഃ വിപര്യഗാത് ഇത് ഈശതേ പാലക ബാലികാ ജഗുഃ. കുമാരകസ്യ പയോധരാർത്ഥിനഃ പ്രരോദനേ ലോലപ്രദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യക ദിദീശത്തെ പാലക ബാലകാ ജഗുഃ. ഈ കുട്ടി മുലകുടിപ്പാൻ ആഗ്രഹിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശകടം കടയുന്ന കാൽ കൊണ്ട് ചവിട്ടപ്പെട്ട് മറിഞ്ഞു വീണത് എന്നാൽ കാണപ്പെട്ടു. ഈ കുട്ടി മുലകുടിക്കാൻ ആഗ്രഹിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശകടം കടയുന്ന കാൽ കൊണ്ട് ചവിട്ടപ്പെട്ട് മുറിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു, എന്നാൽ കാണപ്പെട്ടു എന്നിങ്ങനെ ഹേ ഭഗവാൻ എന്നാൽ കാണപ്പെട്ടു എന്നിങ്ങനെ ഹേ ഭഗവാൻ അങ്ങയെ കാത്തുകൊണ്ടിരുന്ന ബാലന്മാർ പ്രസ്താവിച്ചു. 7-ാമത്തെ ശ്ലോകം. ലിയാ തഥാ കിഞ്ചിത് അജാനതാമിദം കുമാരകാണാം അതിദുർഘടം വചഃ ഭവത്പ്രഭാവ അഭിദൂരൈഃ ഇതി ഈരിതം മനാകിവ സംഖ്യത ദൃഷ്ടപൂതനൈഃ. ലിയാ തഥാ കിഞ്ചിദജാനതമിദം കുമാരകാണാം അതിദുർഘടം വചഃ ഭവത്പ്രഭാവ അഭിദൂരൈഃ ഇതി ഈരിതം മനാകിവ സംഖ്യത ദുഷ്ടപൂതനൈഃ. ധിയാ തദം കിഞ്ചിത് അജാനതാമിദം കുമാരകാണാം അതിദുർഘടം വചഃ ഭവത്പ്രഭാവ അഭിദൂരൈഃ ഇതി ഈരിതം മനാകിവ ആശങ്ക്യത ദുഷ്ടഃ പൂതനൈഃ. ശകടം മറിഞ്ഞു വീണ സമയം ഭയനിമിത്തം യാതൊന്നും തന്നെ തിരിച്ചറിയാത്തവരായ കുട്ടികളുടെ ഇപ്രകാരമുള്ള വാക്ക് തീരെ യോജിപ്പില്ലാത്തതാണ് എന്ന് അങ്ങയുടെ മഹാത്മ്യം അറിയാത്തവരാൽ അഭിപ്രായപ്പെടപ്പെട്ടു. പൂതനയെ കണ്ടവരാൽ അല്പമൊന്ന് ശങ്കിക്കപ്പെട്ടു. ശകടം മറിഞ്ഞു വീണ സമയം ഭയം നിമിത്തം യാതൊന്നും തന്നെ തിരിച്ചറിയാത്തവരായ കുട്ടികളുടെ ഇപ്രകാരമുള്ള വാക്ക് തീരെ യോജിപ്പില്ലാത്തതാണ് എന്ന് അങ്ങയുടെ മഹാത്മ്യം അറിയാത്തവരാൽ അഭിപ്രായപ്പെടപ്പെട്ടു. പൂതനയെ കണ്ടവരാൽ അല്പമൊന്ന് ശങ്കിക്കപ്പെടുകയും ചെയ്തു. 3-ാമത്തെ ശ്ലോകം. പ്രവാളതാമ്രം കിബിതം പദക്ഷതം സൗരോജരമ്യോ ലുകരോ വിരാജിതോ ഇതി പ്രസദ്ഭർ കരുണാതരംഗിത. ത്വതംഗം അസ്പൃശ്യ അങ്കനം ജതാ ജനാഃ പ്രവാളതാമ്രം കീതം പദക്ഷതം സരോജരമ്യോനു കരൗ വിരാജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാഃ. ത്വദംഗം അസ്പൃശ്യ അങ്കനാ ജനാഃ പ്രവാളതാമ്രം കിമിദം പദം ശതം സരോജരാമൗനു കരൗ വിരാജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാഃ. ത്വദംഗം ആപസ്പൃശ്യ അങ്കനാ ജനാഃ പ്രവാളതാമ്രം കിമിദം പദം ശതം സരോജരമ്യൗ നു കരൗ വിരാജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിത ത്വദംഗം ആപസ്പൃശ്യ അങ്കനാ ജനാഃ. സ്ത്രീജനങ്ങൾ തളിരുപോലെ ചുവന്നിരിക്കുന്നതായ ഈ കാൽ വ്രണപ്പെട്ടുവോ, ചെന്താമര പോലെ കമനീയങ്ങളായ കൈകളിൽ മുറിപ്പെട്ടുവോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരുണാതരംഗിര മനസ്സുകളായി അങ്ങയുടെ ഓരോ അംഗങ്ങളെയും തൊട്ട് തലോടി. സ്ത്രീജനങ്ങൾ തളരുപോലെ ചുവന്നിരിക്കുന്നതായ ഈ കാൽ വ്രണപ്പെട്ടുവോ, ചന്താമര പോലെ കമനീയങ്ങളായ കൈകളിൽ മുറിപ്പെട്ടുവോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരുണാതരംഗിതമായ മനസ്സുകളുമായി അങ്ങയുടെ ഓരോ അംഗങ്ങളെയും തൊട്ട് തലോടിക്കൊണ്ടിരുന്നു. 9-ാമത്തെ ശ്ലോകം. അയേം ശ്രുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദം ആദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹു സൃഷ്യതി ജാതകണ്ഠകഃ. അയേ ശ്രുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദിതം ആദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം
മുഹു സൃഷ്യതി ജാതകണ്ഠകഃ അയേ സുദന്തേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമാദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു സൃഷ്യതി ജാതകണ്ഠകഃ. ഹേ ഗോപികളെ, ജഗദീശ്വരൻ്റെ കരുണാപൂരം പതിക നിമിത്തം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന കുമാരനെ എൻ്റെ പക്കൽ തരിക എന്നിങ്ങനെ പിതാവ് വാരിയെടുത്ത് പുളകം കൊണ്ടവനായി അങ്ങയുടെ സുകുമാര ശരീരത്തെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. ഹേ ഗോപികകളെ, ജഗദീശ്വരൻ്റെ കരുണാപൂരം പതിക നിമിത്തം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന കുമാരനെ എൻ്റെ പക്കൽ തരിക എന്നിങ്ങനെ പിതാവ് വാരിയെടുത്ത് പുളകം കൊണ്ടവനായി അങ്ങയുടെ സുകുമാര ശരീരത്തെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹേ ഗോപികകളെ, ജഗദീശ്വരൻ്റെ കരുണാപുരം പതീക നിമിത്തം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന കുമാരനെ എൻ്റെ പക്കൽ തരിക എന്നിങ്ങനെ പിതാവ് വാരിയെടുത്ത് പുളകം കൊണ്ടവനായി അങ്ങയുടെ സുകുമാര ശരീരത്തെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. 10ാമത്തെ ശ്ലോകം. അനഘ നീലീന കില ഹന്തും ആഗതഃ സുരാരിഹി ഏവം ഭവതാ വിഹിംസിതഃ രജഃ അഭിനോ ദൃഷ്ടമമുഷ്യ തദ്ഗതം ന ശുദ്ധസമുത്വതൈ ലീനവാൻ ധ്രുവം. അനഘ നീലിനഃ കില ഹന്തും ആഗതഃ സുരാരിഹി ഏവം ഭവതാ വിഹിംസിതഃ രജാഭിന ദൃഷ്ടമമുഷ്യ തദ്ഗതം സ ശുദ്ധസമുത്വതൈ ലീനവാൻ ധ്രുവം. അന നീലിന കില ഹന്തും ആഗതഃ സുരാരിഹി ഏവം ഭവതാ വിഹിംസിതഃ രജ അഭിനോ ദൃഷ്ടം അമുഷ്യ തത്കഥം സ ശുദ്ധതത്വേ ത്വയി ലീനവാൻ ധ്രുവം. അന നീലിന കില ഹന്തും ആഗതഃ സുരാരി ഏവം ഭവതാ വിഹിംസിതഃ രജാഭിസോ ദൃഷ്ടം രജോഭിനോ ദൃഷ്ടം അമുഷ്യ തത്കഥം സ ശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ശകടത്തിൽ മറഞ്ഞിരിക്കുന്നവനായി അങ്ങയെ വരിക്കുവാൻ വന്ന അസുരനൊരുവൻ ഇപ്രകാരം ഭവാനാൽ കൊല്ലപ്പെട്ടു. അവൻ്റെ പൊടി പോലും പിന്നെ കാണപ്പെട്ടില്ല. അതെങ്ങനെ? അവൻ പരിശുദ്ധമൂർത്തിയായി അങ്ങയെ ലയിച്ചു ചേർന്നുപോയി. ശകടത്തിൽ മറഞ്ഞിരിക്കുന്നതായി അങ്ങയെ അരിക്കുവാൻ വന്ന അസുരനൊരുവൻ ഇപ്രകാരം ഭവാനാൽ കൊല്ലപ്പെട്ടു. ഇവൻ്റെ പൊടി പോലും പിന്നെ കാണപ്പെട്ടില്ല. അതെങ്ങനെ? അവൻ പരിശുദ്ധമൂർത്തിയായ ഭവാനിൽ ലയിച്ചു പോയില്ലേ? 11ാമത്തെ ശ്ലോകം. പ്രപൂജിതൈ പ്രഭൂജിതൈ തത്ര തതോലിജാതിഭിർവിശേഷതോ ലംബിതമംഗലാശിഷഃ പ്രജന്നിജൈർബാലരസൈർവിമോഹയൻ മത്പുരാധീശ രുജാം ജഹീഹി മേ. പ്രഭൂജിതൈഃ തത്ര തദ്വിജാതിഭിः വിശേഷതഃ ലംബിതമംഗളാശിഷഃ വ്രജം നിജൈഃ ബാല്യരസൈഃ വിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹി മേ. പ്രഭൂജിതൈ തത്ര തദ്വിജാതിഭിः വിശേഷത ലംബിതമംഗളാശിഷഃ വ്രജം നിജൈ ബാല്യരസൈ വിമോഹയൻ മരുത്പുരാധീശ രുജം ജഹീഹി മേ. പ്രഭൂജിതൈ തത്ര തതോദിജാതിഭിർവിശേഷതോ ലംബിതമംഗലാശിഷഃ വ്രജം നിജൈർബാല്യരസൈർ പ്രഭൂജിതൈ തത്ര തതോദിജാതിഭിർവിശേഷതോ ലംബിതമംഗലാശിഷഃ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹി മേ. പ്രഭൂജിതൈഃ തത്ര തതഃ വിജാതിഭിः വിശേഷതഃ ലംബിതമംഗളാശിഷഃ വ്രജം നിജൈഃ ബാല്യരസൈഃ വിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹി മേ. അനന്തരം അവിടെ ഏറ്റവും പൂജിക്കപ്പെട്ടവരായ ബ്രഹ്മജ്ഞന്മാരായ ബ്രാഹ്മണനാൽ സവിശേഷം പ്രാപിക്കപ്പെട്ട മംഗളാശിസുകളോട് കൂടിയവനായിട്ട്
സ്വതസിദ്ധമായ ബാലക്രീഡകളാൽ ഗോകുലത്തെ മോഹിപ്പിക്കുന്നവനായ നിന്തിരുവടി അല്ലേ വാതാലയേശ, എൻ്റെ ദുഃഖത്തെ തീർത്തു തരയണമേ. അനന്തരം അവിടെ ഏറ്റവും പൂജിക്കപ്പെട്ടവരായ ബ്രഹ്മജ്ഞാന്മാരായ ബ്രാഹ്മണരാൽ സവിശേഷം പ്രാപിക്കപ്പെട്ട മംഗളാശിസുകളോട് കൂടിയവനായിട്ട് സ്വതസിദ്ധമായ ബാലക്രീഡകളാൽ ഗോകുലത്തെ മോചിപ്പിക്കുന്നവനായ നിന്തിരുവടി അല്ലേ വാതാലയേശ, എൻ്റെ ദുഃഖത്തിൽ നിന്നും എന്നെ കരകയറ്റിയിടണമേ, എൻ്റെ വാദത്തിൻ്റെ അസുഖത്തെ മാറ്റിത്തരയണമേ എന്ന് നാരായണ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം വായിച്ച ശ്ലോകങ്ങൾ മുഴുവൻ വായിക്കാം. സകടാസുരവിധം 42-ാമത്തെ ദശകം. കഥാപി ജന്മരുക്ഷദിനേതവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുരാ മഹാനസത്വാം സവിതേ നിദായസ മഹാനസാദോ വവൃതേ വ്രജേശ്വരീ. തദഭവത്രാണനിയുക്തബാലക പ്രഭീരി സങ്ക്രന്ദന സങ്കുല ആരവൈഃ വിമിശ്രമസ്രാവി ഭവത് സമീപതഃ പരിസ്ഫുടത് ദാരു പടച്ഛടാരവ. തദത്തതാകർണന സംഭ്രമസമ പ്രഗംബിവക്ഷോജ ബരാഹ വ്രജാംഗനാഃ ഭവന്തമന്തം ദൃശു സമന്തതഃ വിവിഷ്പതത് ദാരുണ ദാരുമദ്യകം. ശിശോഃ കിം കിമഭൂതിതി ഭൂതം പ്രതാപ്യനന്ത പശുപാച ഭൂസുരാः ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ ആശ്രുജല ആർദ്രുലോചനാः. കഥകൗസ്തുക യേഷ വിസ്മയഃ വിസങ്കടം യത് സകടം വിപാടിതം ന കാരണം കിഞ്ചിതിഹത്തെ സ്ഥിതാः സ്വനാസിക വത്തകരാ ത്വദീക്ഷകാः. സ്വനാസിക വത്തകരാ ഈഷക, മൂക്കല വിരൽ വെച്ച് ആശ്ചര്യപ്പെട്ടാണ്. കുമാരകസ്യ പയോദരോർത്തിനഃ പ്രരോദനെ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടം അനം വിപര്യഗാത് ഇതീശത്തെ പാലകഃ ബാലകാ ജഗുഃ മിയാ തഥാ കിഞ്ചിദജാനതാമിതം കുമാരകാണാമിതി ദുർഘടം വചഃ ഭവത്പ്രഭാവ അഭിദൂരൈഃ ഇതി ഈരിതം മനാകിവ ആശങ്ക്യത ദൃഷ്ടപൂതനൈഃ. പ്രവാളതാമ്രകിമിദം പദം ക്ഷതം സരോജരമ്യൗ ന കരൗ വിരാജിതൗ ഇതി പ്രസദ്വത്കരുണാതരംഗിതാഃ ത്വദംഗം അസ്പൃശ്യ അംഗനാ ജനാഃ. അയേ സുദന്തേഹി ജഗത്പദേ കുർവാം തരംഗപാദാൽ പരിപാദിത മാധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദ് അംഗകം മുഹുർമുഹു ശിഷ്യതി ജാതകണ്ഠകഃ. അനഃ നീലിന കില ഹന്തുമാഗതഃ സുരാരി ഏവം ഭവതാ വിഹിംസിതഃ അജഃ അപി നോ ദൃഷ്ടമമുഷ്യ തത്കഥം ന ശുദ്ധസത്വതൈ ലീനവാൻ ധ്രുവം. പ്രഭൂജിതൈഃ തത്ര തദ്വിജാതിഭിഃ വിശേഷതഃ ലംബിതമംഗളാശിഷഃ വ്രജം നിജൈഃ ബാല്യരസൈഃ വിമോഹയൻ മരുത്പുരാധീശഭുജാം ജഹീहि മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.